जब उस मंदिर की प्राण प्रतिष्ठा हुई तो पिछले 70 साल में कांग्रेस ने जो भी पाप किए थे, जो भी रुकावटें डाली थी, उनके साथियों ने जो भी रुकावटें डाली थी, सबको माफ करके राम मंदिर के जो ट्रस्टी हैं वो खुद कांग्रेस वालों के घर गए, इंडी गठबंधन वालों के घर गए, उनके पुराने पापों को माफ कर दिया और उन्होंने कहा राम आपके भी हैं, आप प्राण प्रतिष्ठा में जरूर पधारिए, सम्मान के साथ बुलाया। लेकिन उन्होंने इस निमंत्रण को भी ठुकरा दिया। कोई बताए वो कौन सा चुनावी कारनामा था जिसके दबाव में आपने राम मंदिर के प्राण प्रतिष्ठा के निमंत्रण को ठुकरा दिया? वो कौन सी चुनावी खेल था कि आपने प्राण प्रतिष्ठा के पवित्र कार्य को ठुकरा दिया? രാമക്ഷേത്രം ഉന്നയിച്ച് ജമ്മു കാശ്മീരിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം കോൺഗ്രസിന് രാമക്ഷേത്രത്തോട് വെറുപ്പാണ്, അതുകൊണ്ടാണ് അവർ പ്രാണപ്രതിഷ്ഠയ്ക്ക് വരാതിരുന്നത് തുടങ്ങിയവയാണ് പരാമർശങ്ങൾ. രാജ്യം തിരഞ്ഞെടുപ്പ് തീയതിയിലേക്ക് അടുക്കവേ ബി.ജെ.പി ഗ്യാരണ്ടിയിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് ഗിയർ മാറ്റുന്നതിന്റെ സൂചനയാണിത്. ഇന്നലെ പുറത്തുവന്ന CSDS ലോക് നീതി അഭിപ്രായ സർവേ അനുസരിച്ച് വോട്ടർമാരുടെ മുഖ്യ വിഷയം തൊഴിലില്ലായ്മയും വിലക്കയറ്റവുമാണ്. 8% പേർ മാത്രമാണ് രാമക്ഷേത്രമാണ് മുഖ്യ വിഷയമെന്ന് അഭിപ്രായപ്പെട്ടത്. പിന്നാക്ക ജനവിഭാഗങ്ങളിൽ 2/3 തൊഴിലില്ലായ്മയാണ് അവരുടെ മുഖ്യ വിഷയമായി പറയുന്നത്. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു, ക്ഷേത്രമോ തൊഴിലോ? ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയം എന്ത്? അയോധ്യ തരംഗം മങ്ങിയോ? തിരിച്ചടി ഭയക്കുന്നുണ്ടോ ബി.ജെ.പി? ഈ ചർച്ചയിൽ ശ്രീ KVS ഹരിദാസ് ബി.ജെ.പിയെ പ്രതിനിധീകരിച്ച്, ശ്രീ KS അരുൺകുമാർ CPM, ശ്രീ രാജു P നായർ കോൺഗ്രസ് എന്നിവർ. വളരെ ചെറിയൊരിടവേള, അതിനുശേഷം ചർച്ചയിലേക്ക്. ആദ്യം ശ്രീ KVS, ഒരൊറ്റ ആഴ്ചയേ ഉള്ളൂ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലേക്ക്. 19-ാം തീയതി 1-ാം ഘട്ടം നടക്കുകയാണല്ലോ. ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട ഹെഡ്ലൈനായി രാമക്ഷേത്രവും അതുപോലെ തന്നെ ഈ പ്രതിപക്ഷ പാർട്ടിയുടെ ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ നവരാത്രി പോലെയുള്ള വിശേഷ അവസരങ്ങളിലും മറ്റുമൊക്കെ മാംസം കഴിച്ചു തുടങ്ങിയ കാര്യങ്ങൾ വരികയാണ്. എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടി, വികസനം, കഴിഞ്ഞ 10 വർഷത്തെ നേട്ടം തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന് ഗിയർ ഷിഫ്റ്റ് ചെയ്യുകയാണ്, ഹിന്ദുത്വയിലേക്ക് വരികയാണ്. അതൊരു അപകടം മണക്കുന്നത് കൊണ്ടാണ് ഈ 400 പാർ എന്നൊക്കെ പറഞ്ഞതുപോലെ കാര്യങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള ഒരു നിലയുണ്ടോ? അല്ല അഭിലാഷേ, ബി.ജെ.പിയുടെ വിജയത്തെക്കുറിച്ചുള്ള ആശങ്ക അത് പ്രതിപക്ഷങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ മാധ്യമങ്ങൾക്കും കുറേ വർഷങ്ങളായിട്ടുണ്ട്. ഇപ്പോൾ അഭിലാഷ് ഉന്നയിച്ച ഒരു ആശങ്കയുണ്ടല്ലോ, ബി.ജെ.പിക്ക് ജയിക്കാൻ കഴിയാതെ വരുമോ എന്നുള്ള ഒരു ആശങ്ക. അത് 2014 നമ്മൾ ചർച്ച ചെയ്തതാ പലവട്ടം. അല്ല, എനിക്ക് ആശങ്കയല്ല, 2019 നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തതാ. അല്ല, ഞാൻ പൂർത്തിയാക്കട്ടെ. 2019 ചർച്ച ചെയ്തതാ. ഞാൻ ആദ്യമേ സൂചിപ്പിക്കട്ടെ, ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൽ വലിയ ഭൂരിപക്ഷത്തോടെ വരുമെന്ന കാര്യത്തിൽ ഒരു ആശങ്കയുമില്ല. 375-ലധികം സീറ്റ്, 400-ലേറെ സീറ്റ് എന്നൊക്കെ ബി.ജെ.പി പറയുന്നതിൽ ചില വ്യക്തതകളുണ്ട്. 2019 മോഡി പറഞ്ഞു നമ്മൾ 300 സീറ്റ് ക്രോസ് ചെയ്യുമെന്ന്. അതിനൊരു പഠനം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഒരു ബോധമുണ്ട്. പിന്നെ അയോധ്യയെക്കുറിച്ചുള്ള വിഷയം, അയോധ്യ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സൈഡ് ലൈൻ ചെയ്യേണ്ട വിഷയമല്ല, അത് മുൻനിരയിലുള്ള വിഷയമാണ്. 1-ാം വിഷയങ്ങളിൽ ഒന്നാണ് അയോധ്യ. നമ്മൾ ഈ ജനുവരി 22-ന് മുമ്പ് അയോധ്യ വിഷയത്തിൽ കുറെ ചർച്ച നടത്തിയിരുന്നു. അന്ന് അയോധ്യയെ കുറിച്ച് പറഞ്ഞത് എന്താ? ഞങ്ങൾക്കതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ല, ഇതൊരു പോൾ ഇഷ്യൂ അല്ല, ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമല്ല, മറിച്ച് ഇത് വിശ്വാസത്തിന്റെ വിഷയമാണ്. അപ്പോൾ ജനുവരി 22-ാം തീയതി പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞാൽ ഇത് വിശ്വാസത്തിന്റെ വിഷയമാണ് എങ്കിൽ, തെരഞ്ഞെടുപ്പ് വിഷയമല്ല എങ്കിൽ അത് അവിടെ കഴിയേണ്ടതാണ്. അതൊരു തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ ഉന്നയിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതായിരുന്നില്ല യാഥാർത്ഥ്യം, ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമായിരുന്നു. ഇപ്പോഴും നിങ്ങൾ അതിൽ നിന്ന് ക്യാഷ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് വ്യക്തമാവുകയാണ്, അത്രയേ ഉള്ളൂ.
അല്ല അഭിലാഷ, തിരിച്ചാണ്. നിങ്ങളുടെ വേർഷൻ നിങ്ങൾക്ക് പറയാനുള്ള അധികാര അവകാശമൊക്കെ ഉണ്ട്. ഞങ്ങൾ 989 തെരഞ്ഞെടുപ്പ് മുതൽ പ്രകടന പത്രികയിലുള്ള വിഷയമാണ് അയോധ്യ. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിന് ആവശ്യമായ സഹായവും സൗകര്യവും ഒരുക്കാനുള്ള ബാധ്യത ഈ ഗവൺമെൻറ്റിനും BJP ഗവൺമെൻറ്റിനുണ്ടാകും എന്നാണ് BJP പറഞ്ഞത്. ആ സംവിധാനവുമായിട്ട് ഞങ്ങൾ 80കളിലെ സമരങ്ങൾ മുതൽ 2024 വരെ പോയി. അത് ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ വിജയം തന്നെയാണ്. ശരി, ഓക്കെ. അതിനുവേണ്ടി ഞങ്ങൾ സഹിച്ചതിനും ഞങ്ങൾ അതിനുവേണ്ടി നീക്കിവെച്ചതുമായ വിഷമതകളും പ്രയാസങ്ങളും ഒക്കെ ഈ നാട്ടിലെ ജനതയോട് ആവർത്തിച്ച് പറയാനുള്ള ചുമതലയും ബാധ്യതയും ഇല്ലേ? അത് ജമ്മു കാശ്മീരിൽ പോയിട്ട് മോഡി പറയുന്നത് എന്തുകൊണ്ടാണ്? അയോധ്യയുടെ പേരിൽ BJPയെ കുതിര കയറാനുള്ള ശ്രമങ്ങൾ അവിടുത്തെ കൂട്ടന് തയ്യാറായി എന്നതുകൊണ്ട് കൂടിയാണ്. അത് മറന്നുകൂടാ. കാശ്മീരിൽ BJPയെ വിമർശിക്കുന്നവർ അയോധ്യ വിഷയം ഉന്നയിച്ച് അവിടെ വോട്ട് നേടാൻ ശ്രമം നടത്തുമ്പോൾ ഞങ്ങൾ നെഞ്ചി നിവൃത്തി എന്ന് പറയുക, അയോധ്യ ഞങ്ങളുടെ വിഷയമാണ്, ഞങ്ങൾ അയോധ്യയുടെ പ്രശ്നത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ല, അത് ഞങ്ങളുടെ അഭിമാനത്തിന്റെ വിജയമാണ് എന്നത്. ശരി, ഓക്കെ. എന്തായാലും ഉധംപൂരിൽ ആരാണ് അയോധ്യ ഉന്നയിച്ച് BJPയുടെ നെഞ്ചത്ത് കയറുന്നതെന്ന് അറിയില്ല. നമുക്ക് വരാം. ശ്രീ രാജു പി നായർ, ഇവിടെ ഇപ്പോൾ നോക്കൂ, ഇന്ന് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ കോൺഗ്രസിനെയാണ് മുഖ്യമായും ഉന്നം വെക്കുന്നത്. പഴയകാലത്തെ പാപങ്ങളൊക്കെ പുറത്ത് പ്രാണപ്രതിഷ്ഠയ്ക്ക് ഈ ട്രസ്റ്റിന്റെ ആളുകൾ വന്ന് ക്ഷണിച്ചിട്ടും കൂടി പോയില്ല. അത്രയും വിരോധമാണ് ആ ക്ഷേത്രത്തോട് നിങ്ങൾക്ക് എന്ന് പറയുമ്പോൾ അത് കൺവേ ചെയ്യുന്ന മെസ്സേജ് ഉണ്ട്. അത് നിങ്ങൾക്ക് മാത്രം ബാധകമായതല്ല, മറ്റ് ഇന്ത്യ സഖ്യത്തിലെ മറ്റ് പാർട്ടികളെ കൂടി, മറ്റ് 27 പാർട്ടികളെ കൂടി അത് ഉന്നം വെക്കുന്നുണ്ട്. അഭിലാഷ്, നാക്കിന് എല്ലില്ലാത്തവർക്കും ഉത്തരവാദിത്വമില്ലാത്തവർക്കും ഇരിക്കുന്ന പദവിയുടെ വില അറിയാത്തവർക്കും എന്തും പറയാം. അത് അദ്ദേഹം പറയും. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അതാണല്ലോ, നെറികേടും അതുപോലെ തന്നെ പച്ചക്കള്ളങ്ങളും വിളിച്ചു പറയുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം. അതല്ലാതെ മനുഷ്യനെ ഒരുമിപ്പിക്കുന്ന ഒരു വാക്കും ഇന്നവരെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് നമ്മളാരും കേട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ACDSൻ്റെ സർവേ ഉൾപ്പെടെ ഉണ്ട്. ആ സർവേയിൽ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ ശ്രീ ഹരിദാസിനോ ഒന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങളുടെ ഒന്നാം നിര ഇഷ്യൂ ആണ് ക്ഷേത്രം എന്നാണ് ശ്രീ ഹരിദാസ് പറഞ്ഞത്. എന്തായാലും അദ്ദേഹം പറയുന്നത് കുറച്ച് നാൾ ജനുവരിയിൽ നമ്മൾ കേട്ട പോലെ BJPയുടെ നേതാക്കന്മാരും പ്രധാനമന്ത്രിയും ഒന്നും പറഞ്ഞ വാക്കുകളല്ല കേൾക്കുന്നത്. അന്ന് പറഞ്ഞത് അഭിലാഷ് പറഞ്ഞു, ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വിഷയമല്ല, വിശ്വാസത്തിൻ്റെ പ്രശ്നമാണെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഹരിദാസ് പറയുകയാണ് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് വിഷയമാണ് എന്ന് പറയാം. ഈ പല നിലപാടെടുക്കുന്നവർക്കും അത് പറയാൻ ഉളുപ്പില്ലാതെ പറയുന്നവർക്കും എന്തും പറയാം, ഇരിക്കട്ടെ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട സെറ്റ് ചെയ്തത് രാഹുൽ ഗാന്ധിയാണ്. ആ തെരഞ്ഞെടുപ്പിൽ അജണ്ട സെറ്റ് ചെയ്ത് അങ്ങനെ 2.5 മാസക്കാലം മുമ്പ് മണിപ്പൂരിൽ നിന്ന് ആരംഭിച്ച ഭാരത് ജോഡോ യാത്ര, ആ ഭാരത് ജോഡോ യാത്ര മുന്നോട്ട് വെച്ചത് സാമ്പത്തിക നീതിയുടെയും സാമൂഹിക നീതിയുടെയും രാഷ്ട്രീയമാണ്. എങ്ങനെയാണ് കഴിഞ്ഞ 10 വർഷം BJPയുടെയും RSSൻ്റെയും ആശയം ഈ രാജ്യത്ത് പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക്, യുവാക്കൾക്ക്, വനിതകൾക്കുൾപ്പെടെ സാമ്പത്തിക നീതി നിഷേധിച്ചത് എന്നുള്ളതാണ് പറഞ്ഞത്. എങ്ങനെയാണ് ആദിവാസികൾക്ക്, ദളിതർക്കുൾപ്പെടെയുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് എങ്ങനെയാണ് സാമൂഹിക നീതി നിഷേധിച്ചത് എന്നുള്ളതാണ് പറഞ്ഞത്. ആ അജണ്ടയാണ് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി സെറ്റ് ചെയ്തത്. അന്ന് ഞങ്ങൾ പറഞ്ഞു, ഈ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് കിട്ടുന്ന പിന്തുണ ആ രാഷ്ട്രീയത്തിന് കൂടുതൽ ശ്രദ്ധ ലഭിക്കുന്നതിൻ്റെയും പിന്തുണ ലഭിക്കുന്നതിൻ്റെയും സൂചനയാണെന്ന്. അത് അക്ഷരം പ്രതി ശരിയാണെന്ന് വരുത്തുന്നതാണ് CDSന്റെ സർവേ പുറത്തു വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിലെ അവസാനത്തെ റിസൾട്ടാണെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഈ സാമൂഹിക നീതിയുടെയും സാമ്പത്തിക നീതിയുടെയും രാഷ്ട്രീയം BJPക്ക് മറുപടി പറയാൻ കഴിയാത്തതാണ് എന്ന് വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ വർഗീയമാക്കാൻ വേണ്ടി നിരന്തരമായി BJP ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ അഭിമാന പദ്ധതികളായി പറഞ്ഞിരുന്ന എന്തിനെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ പറയുന്നുണ്ടോ? ഇവർ പറഞ്ഞിരുന്ന ഡിമോണിറ്റൈസേഷൻ, നോട്ട് നിരോധനം ഇവരുടെ അഭിമാനമായിരുന്നു. പറയുന്നുണ്ടോ? പറയുന്നില്ല. അഗ്നിവീർ പറയുന്നുണ്ടോ? പറയുന്നില്ല. അഗ്നിവീറിന് എന്തായിരുന്നു ഇവരുടെ അവകാശവാദം? ഞാൻ ആ യാത്രയിൽ മുഴുവൻ സമയം പങ്കാളിയായിരുന്ന ആളാണ്, വളരെ കുറച്ച് ദിവസങ്ങൾ ഒഴിച്ച്. ആ പോകുന്ന വഴികളിൽ മുഴുവൻ യുവാക്കൾ വന്ന് അഗ്നിവീറിലൂടെ അവർ ചതിക്കപ്പെട്ട കഥകളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ രാജ്യത്തിൻ്റെ മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് ചെറുപ്പക്കാർക്ക് ജോലി ലഭിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. കേന്ദ്ര സർക്കാരിൽ 30 ലക്ഷം വാക്കൻസികൾ ഇന്നും ഒഴിഞ്ഞു കിടക്കുകയാണ്. യുവാക്കൾക്ക് ജോലിയില്ല. 46 വർഷത്തെ ഏറ്റവും വലിയ
തൊഴിലില്ലായ്മ നിലനിൽക്കുന്ന സമയമാണ്. അവർക്ക് ജോലി കൊടുക്കുന്നില്ല. 30 ലക്ഷം. നരേന്ദ്രമോദിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരിക്കലെങ്കിലും ഈ സാമ്പത്തിക നീതിയെയും സാമൂഹിക നീതിയെയും കുറിച്ച് സംസാരിക്കാൻ ആർജവമുണ്ടോ, ധൈര്യമുണ്ടോ? നിങ്ങൾക്ക് പറയില്ല. കാരണം നിങ്ങളുടെ റെക്കോർഡ് അതിനകത്ത് ഏറ്റവും മോശമാണ്. ശരി, ഓക്കെ. ശ്രീ അരുൺകുമാർ, ഇന്നലെ പുറത്തു വന്ന CSDS ലോക് നീതി അഭിപ്രായ സർവേ സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ അഭിപ്രായ സർവേ പൊതുവെ രാജ്യത്ത് മികച്ചത് എന്ന അഭിപ്രായമുള്ള ഒരു സർവേ ആണ് എന്നുള്ളത് കൊണ്ടാണ് ഞാനത് കോട്ട് ചെയ്യുന്നത്. ആ സർവേ പറയുന്നത് വോട്ടർമാരിൽ 8% പേർ മാത്രമാണ് അവരുടെ ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ പരിഗണനാ വിഷയമായി രാമക്ഷേത്രത്തെ കാണുന്നത് എന്നാണ്. വിലക്കയറ്റവും അഴിമതിയും ഒക്കെ തൊഴിലില്ലായ്മയൊക്കെ വലിയ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായി കാണുമ്പോൾ അയോധ്യയെ വളരെ ചെറിയൊരു ശതമാനം ആളുകൾ മാത്രമേ അവരുടെ മുഖ്യ വിഷയമായി കാണുന്നുള്ളൂ. എങ്കിൽ തന്നെയും ഈ പറഞ്ഞ ആളുകൾ തന്നെ അവരിൽ 48% പേർ, മൊത്തം സർവേയിൽ പങ്കെടുത്ത 48% പേർ ഈ ഇഷ്യൂ കൊണ്ട്, ഈ അയോധ്യ കൊണ്ട് ഒരു ഹിന്ദു ഏകീകരണം നടന്നേക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. 22% പേർ ഈ BJP സർക്കാരിൻ്റെ നല്ല അവർക്ക് ഇഷ്ടപ്പെട്ട നടപടിയായിട്ട് ക്ഷേത്ര നിർമ്മാണത്തെ പറയുന്നുണ്ട്. ഒരു പക്ഷേ മറ്റു നടപടികളൊന്നും പെട്ടെന്ന് മനസ്സിൽ വരാത്തത് കൊണ്ടുമാകാം. അപ്പോൾ ഈ വിഷയം നമുക്കറിയാം 90-കൾ മുതൽ വളരെ ശക്തമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വന്നിട്ടുണ്ട്. ഒരിക്കൽ കൂടി BJPക്ക് അതിന്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ കഴിയും എന്ന് CPM കരുതുന്നുണ്ടോ? 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും ഈ രാജ്യം തെരഞ്ഞെടുപ്പ് സമയത്ത് ഗൗരവത്തോടെ ചർച്ച ചെയ്തത് വിലക്കയറ്റവും തൊഴിലില്ലായ്മയും GST സൃഷ്ടിച്ച പ്രശ്നങ്ങൾ, അതുപോലെ നോട്ട് നിരോധനത്തിന്റെ ദുരന്ത ഫലങ്ങളെല്ലാമാണ്. പക്ഷേ 2019 ഫെബ്രുവരി മാസം 14 പുൽവാമയിൽ ഭീകരാക്രമണം ഉണ്ടാകുകയും അതിന്റെ പ്രത്യാക്രമണം ഉണ്ടായപ്പോൾ അന്ന് വരെ രാജ്യം ചർച്ച ചെയ്ത മുഴുവൻ വിഷയങ്ങളെയും ഒരൊറ്റ വിഷയത്തിൽ കേന്ദ്രീകരിക്കുവാനും 2019 മാർച്ച് ഏപ്രിൽ മാസം മെയ് മാസത്തിൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതുവരെ ഒറ്റ വിഷയം മാത്രം ചർച്ച ചെയ്യാൻ പാകത്തിന് രാജ്യത്തെ പാകപ്പെടുത്താൻ സംഘപരിവാറിന് കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും നമുക്കറിയാം രാജ്യം നേരിടുന്ന നീറുന്ന ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം മുഖ്യധാരയിൽ നിന്നും മാറ്റുവാൻ വേണ്ടി 2024 ജനുവരി മാസം 22 പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ആ പ്രാണപ്രതിഷ്ഠ നടത്തി പ്രധാനമന്ത്രി തന്നെ അതിൽ മുഖ്യ പൂജാരിയായി മാറി എല്ലാ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളും രാജ്യം നേരിടുന്ന നീറുന്ന പ്രശ്നങ്ങൾ മുഴുവൻ ഒറ്റ വിഷയത്തിലേക്ക് കേന്ദ്രീകരിപ്പിക്കാനാണ് സംഘപരിവാർ ശ്രമിച്ചത്. പക്ഷേ അത് അധികം ഏറ്റിട്ടില്ല എന്നും ജനങ്ങൾ അത് ഗൗരവത്തോടെ കാണുന്നില്ലെന്നും വെറും 8% പേർ മാത്രമാണ് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ സജീവമായിട്ടുള്ള ചർച്ചയായി മാറും എന്ന് കരുതുന്നത് എന്ന് തന്നെയാണ് ഈ സർവേയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ഏകദേശം 50% ആളുകൾ പ്രധാന വിഷയമായി പരിഗണിക്കുകയാണ്. വികസനവും അഴിമതിയും കൂടി കൂടുമ്പോൾ 71%, മൊത്തം വോട്ടർമാരിൽ 71% പേരും ഗൗരവത്തോടെ കാണുന്നത് വിലക്കയറ്റം, തൊഴിലില്ലായ്മ, അതുപോലെ തന്നെ അഴിമതി, വികസനം എന്നതാണ്. അതായത് ഈ രാജ്യം എങ്ങനെ ചിന്തിക്കുന്നു എന്നതാണ് CSDSന്റെ അതുപോലെ ലോക് നീതിയുടെ സർവേയുടെ ഭാഗമായി വെളിപ്പെടുത്തപ്പെട്ടത് എന്നത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം അത്ര രൂക്ഷമാണ് തൊഴിലില്ലായ്മ. 2 കോടി പുതിയ തൊഴിലവസരം ഓരോ വർഷം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നു. 20 കോടി പുതിയ തൊഴിലവസരം സൃഷ്ടിക്കേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ 2019 എത്രയായിരുന്നോ ഇവിടുത്തെ തൊഴിൽ ശക്തി, ആ തൊഴിൽ ശക്തി തന്നെയാണ് 2024 ഉള്ളത്. ഗവൺമെന്റിന്റെ ഏറ്റവും ആധികാരികമായിട്ടുള്ള കണക്കുകൾ പുറത്തു വരുമ്പോഴാണ് തൊഴിൽ ശക്തിയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. പക്ഷേ ആ തൊഴിലെടുക്കാൻ ശേഷിയുള്ള 1,30,00,000 പേർ ഓരോ വർഷവും പുറത്തിറങ്ങുന്നുണ്ട്. അങ്ങനെ പുറത്തിറങ്ങുമ്പോൾ 35 ലക്ഷം പേർക്ക് ഓരോ വർഷവും തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ സംരംഭങ്ങളും ചെറുകിട ഇടത്തരം വ്യവസായങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും തൊഴിൽ ശക്തിയിൽ മാറ്റം വരാതെ വരുന്നു എന്നതിന്റെ ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം രാജ്യത്ത് ഒരു തരത്തിലും തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. അതുപോലെ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് വരെ എത്തി നിൽക്കുന്ന അഴിമതികൾ ഏകദേശം 50% അധികം ആളുകൾ അഴിമതിയിൽ വർധനവുണ്ടായിട്ടുണ്ട്. 59% ആളുകൾ 55% ആളുകൾ ആ അഭിപ്രായം പറഞ്ഞ് രംഗത്ത് വരികയാണ്. അപ്പോൾ BJP 350, 400 സീറ്റ് എന്നൊക്കെ പറയുന്നത് എങ്ങനെ കിട്ടും, എവിടെ നിന്ന് കിട്ടും എന്നത് ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയം തന്നെയാണ്. ഇപ്പോൾ ദക്ഷിണേന്ത്യ ഒരു മൂവ്മെന്റും അവർക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. ആകെ ഉണ്ടായിരുന്നത് കർണാടകത്തിൽ 25 സീറ്റും തെലങ്കാനയിൽ 4 സീറ്റുമാണ്. ആ തെലങ്കാനയിലും ആന്ധ്രയിലും നമുക്കറിയാം ഈ BJPക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല. വടക്കേന്ത്യ എടുത്തു നോക്കിയാൽ ബീഹാർ ആയാലും UP ആയാലും അങ്ങ് പശ്ചിമേന്ത്യയിലെ മഹാരാഷ്ട്ര എടുത്തു പരിശോധിച്ചാലും കഴിഞ്ഞ തവണ മാക്സിമം സീറ്റിലാണ് അവർ വിജയിച്ചത്. 241 സീറ്റ്, 205 സീറ്റ് അവർക്ക് വടക്കേന്ത്യയിൽ നിന്ന് കിട്ടിയതാണ്. ആ മാക്സിമത്തിൽ നിന്ന് ഏതായാലും വളരെ പിന്നോക്കം പോകുമെന്ന് നമുക്ക് കാണാൻ കഴിയും. ഡൽഹി, പഞ്ചാബ്, അതുപോലെ ഹരിയാന എല്ലാം എടുത്തു നോക്കിയാൽ BJP ഏറ്റവും ദയനീയ പ്രകടനമായി മാറും. അങ്ങ് കിഴക്കൻ സംസ്ഥാനങ്ങൾ എടുത്താൽ ആസാം മാത്രമാണ് ഒരു പ്രതീക്ഷ. പക്ഷേ
പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പ്രശ്നം വന്നപ്പോൾ ആസാമും ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി നേരിടുകയാണ്. അതുകൊണ്ട് കനത്ത തിരിച്ചടി BJP നേരിടാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വിലക്കയറ്റവും ചർച്ചയാകും, തൊഴിലില്ലായ്മ ചർച്ചയാകും, അതുപോലെ വികസന വിരോധം ചർച്ചയാകും, അതോടൊപ്പം തന്നെ അഴിമതി ചർച്ചയാകും. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഇത്തരത്തിൽ ഗൗരവമായിട്ടുള്ള വിഷയം ചർച്ചയാകുമ്പോൾ BJP ചരിത്രത്തിൽ ഏറ്റവും വലിയ തിരിച്ചടി നേടുമെന്നതിൽ ബുദ്ധിമുട്ടില്ല. ഈ CSDS-ന്റെ സർവേ സൂചിപ്പിക്കുന്നത് തൊഴിലില്ലായ്മ, വിലക്കയറ്റം തുടങ്ങിയവയാണ് രാജ്യത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്നാണ്. പിന്നാക്ക ജനവിഭാഗത്തെ എടുത്തു കഴിഞ്ഞാൽ അവരിൽ 2/3 തൊഴിലില്ലായ്മ വളരെ രൂക്ഷമാണ്, ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തൊഴിലില്ലായ്മയാണ് എന്ന് പറയുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യുവാക്കളിലെ അഭ്യസ്ത വിദ്യരിലെയും യുവാക്കളിലെയും തൊഴിലില്ലായ്മയുടെ നിരക്കിൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടിയ നിരയിൽ നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ തൊഴിലില്ലായ്മ ഒരു പ്രധാനപ്പെട്ട വിഷയമാകുമ്പോൾ അത്തരം വിഷയങ്ങളിൽ നിന്ന് ഒരു ഡിസ്ട്രാക്ഷന് വേണ്ടി ക്ഷേത്രം, അതുപോലെ മാംസം കഴിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് കാര്യമാവുമോ? ജനങ്ങൾ അവരുടെ ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുമോ എന്ന് BJP ഭയപ്പെടുന്നുണ്ടോ? അല്ല, ഈ സർവേ നടത്തിയത് ആരാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാലോ. അത് പ്രത്യക്ഷപ്പെട്ടത് ഹിന്ദു എന്ന് പറയുന്ന പത്രത്തിലുമാണ്. അവരുടെ രാഷ്ട്രീയ താല്പര്യവും ഞാനിവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഏത് തരത്തിലുള്ള സർവേ ഈ കഴിഞ്ഞ കാലത്ത് അഭിലാഷം ആലോചിച്ച് നോക്കൂ. ഈ കഴിഞ്ഞ കാലത്ത് കേരളത്തിലെ ചാനലുകളിൽ എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മോദി ജയിച്ച 2014, 19 എല്ലാ തെരഞ്ഞെടുപ്പിലും ഇതേ സർവേ ഏജൻസി ഇതേ പത്രത്തിൽ അവരുടെ സർവേ പ്രസിദ്ധീകരിക്കുന്നതാണ്. നമ്മളത് ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ മോദി ഭക്ത ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം മാലിനി പാർത്ഥസാരഥി എന്നാണ്. അവരാണ് ഈ പത്രത്തിലെ മുഖ്യ ഡയറക്ടർമാരിൽ ഒരാൾ, കസ്തൂരി ഗ്രൂപ്പിന്റെ. അല്ല, മാലിനി പാർത്ഥസാരഥിയുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അഭിലാഷം അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് വേറെ വിഷയം. അവർക്ക് നരേന്ദ്രമോദിയോടുള്ള അടുപ്പവും സ്നേഹവും ബഹുമാനവും അതും അറിയാം. അത് രണ്ടാമത്തെ കാര്യം, അത് വേറെ വിഷയം. ഞാൻ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഇത്തരം സർവേകളും പഠനങ്ങളും കൊണ്ട് ഇന്ത്യൻ ജനതയുടെ മനസ്സ് മാറ്റാൻ കഴിയുമെന്ന് ചിലർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ദുഃഖകരമാണ്. അവരത്രത്തോളം മാത്രമേ അവരുടെ മനസ്സ് വളർന്നിട്ടുള്ളൂ എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇത്തവണ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരേ ഒരു ചോദ്യം. ഇപ്പോൾ കോൺഗ്രസിൻ്റെ സുഹൃത്ത് നരേന്ദ്രമോദിയെക്കുറിച്ച് നാക്കിനെല്ലില്ലാത്തവൻ, നെറുകെട്ടവൻ, പച്ചക്കള്ളം പറയുന്നവൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് ഞാൻ കേട്ടു. അതൊക്കെ അവരുടെ സംസ്കാരം. പക്ഷെ അദ്ദേഹത്തിൻ്റെ നേതാവ് എത്ര കേസിലാണ് ഇന്ന് ജാമ്യത്തിൽ ഇറങ്ങി നടക്കുന്നേ? അതൊക്കെ അഴിമതി കേസിലല്ലേ? രാജ്യത്ത് ഇന്ന് അഴിമതി വലിയ പ്രധാനപ്പെട്ട വിഷയമാണെന്ന് ജനങ്ങൾ പറയുന്നത് പഴയ 2G മുതൽ CWG മുതലുള്ള ചരിത്രം ഓർമ്മിച്ചുകൊണ്ടാണ്. കേരളത്തിൽ ഉൾപ്പെടെ നടക്കുന്ന അഴിമതി കഥകൾ ഏറ്റുപിടിച്ചുകൊണ്ടാണ്. തമിഴ്നാട്ടിലും ഡൽഹിയിലുമുള്ള മന്ത്രിമാരും മുഖ്യമന്ത്രിയും അടക്കം ഇന്ന് ജയിലിലെ അഴിമതി കേസിൽ. ഇത് കാണുന്ന സമയത്ത് രാജ്യത്ത് അഴിമതിയില്ലെന്ന് പറയാൻ പറ്റുമോ? ജനങ്ങൾ പറയുന്നത് ശരിയല്ലേ? ജനങ്ങൾ അഴിമതി എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരം പ്രതിപക്ഷത്തുള്ള വമ്പന്മാരുടെ കൊള്ളകളും തട്ടിപ്പുകളും കൊണ്ടാണ്. അത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാനും അതിനനുസരിച്ച് പെരുമാറാനുള്ള കഴിവും വിജ്ഞാനവും വിവരവും ഒക്കെ സമ്മതിദായകർക്കുണ്ട്. അതും സംശയിക്കേണ്ട കാര്യമില്ല. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, ഇവർ പ്രതിപക്ഷം ജയിക്കും എന്നൊരു അവകാശവാദം ഇതിനിടയിൽ കൂടി കേൾക്കുന്നുണ്ടല്ലോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അഭിലാഷേ, കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങളായിട്ട് കോൺഗ്രസിൻ്റെ ഈറ്റില്ലം എന്ന് പറയാവുന്നതാണ് അമേത്തിയും റായ്ബറേലിയും. എത്രയോ വർഷമായിട്ട് ഈ നെഹ്റു പരിവാറിലുള്ള നേതാക്കന്മാർ നിന്ന് മത്സരിച്ച് ജയിച്ചു വന്നിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇന്ന് എന്തുകൊണ്ട് ആ കുടുംബത്തിൽ നിന്ന് 2 പേർക്ക് അവിടെ പോയി മത്സരിക്കാനുള്ള ചങ്കുറപ്പില്ലാത്തത്? എന്തുകൊണ്ടാണ് ഇന്ന് വയനാട്ടിൽ വന്നിട്ട് മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പതാക കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിഞ്ഞിട്ട് മത്സരിക്കേണ്ട ഗതികേട് ഒരാൾക്ക് വരുന്നത്? എന്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ സഹായം തേടാൻ, രഹസ്യമായിട്ട് സഹായം തേടാൻ ഇന്ന് ഇവർ നിർബന്ധിതരാകുന്നത്? അതുകൊണ്ട് ഈ കോൺഗ്രസ് പാർട്ടിയുടെ അന്ത്യം കാണുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇത്, ഒരു സംശയവും വേണ്ട. ഒരു സ്ഥലത്തും അവർ ജയിക്കാൻ പോകുന്നില്ല. എവിടെയാ ഈ പ്രതിപക്ഷ സഖ്യമുള്ളത്? അതുകൂടി നമ്മളിവിടെ വിലയിരുത്തൂ. ബംഗാളിലുണ്ടോ? കേരളത്തിലുണ്ടോ? എവിടെയാ ഉള്ളത്? 4 സീറ്റ് ജയിക്കാൻ സാധ്യതയുള്ള ഒരിടത്തും ഇവർക്ക് ഒന്നിച്ച് കൈകോർത്ത് നിൽക്കാൻ പറ്റിയിട്ടില്ല.
എന്നിട്ട് BJPയെ തകർക്കാൻ ഞങ്ങൾ എന്തോ വലിയ സംഭവമാണെന്ന് ജനങ്ങളോട് പറഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി സമ്മതിദായകർക്കുണ്ട് എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ശരി, ഒരു അക്കാഡമിക് പർപ്പസിൽ KVS ഈ സർവേയുടെ മറ്റ് ചില ഹൈലൈറ്റ്സ് നോക്കി. ഇപ്പോൾ താങ്കൾ അഴിമതി പറഞ്ഞല്ലോ. കഴിഞ്ഞ 5 വർഷം കൊണ്ട് അഴിമതി കൂടിയോ കുറഞ്ഞോ ഇങ്ങനൊരു ചോദ്യം ഇതിലെ അഭിപ്രായം രേഖപ്പെടുത്തിയവരോട് ചോദിച്ചപ്പോൾ അഴിമതി കൂടി എന്നാണ് 55% പേരും അഭിപ്രായപ്പെട്ടത്. കുറഞ്ഞു എന്ന് അഭിപ്രായപ്പെട്ടത് 19% പേർ മാത്രമാണ്. 5 കൊല്ലം മുമ്പ്, അതായത് 2019 കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ അന്ന് അതിൽ പങ്കെടുത്ത 37% പേരും അഴിമതി കുറഞ്ഞു എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയവരാണ്. എന്ന് പറഞ്ഞാൽ അന്ന് അഴിമതിയെക്കുറിച്ച് രാജ്യത്ത് നിലനിന്നിരുന്ന പെർസെപ്ഷൻ അല്ല ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാണല്ലോ. പിന്നെ ഈ അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ നേതാക്കൾ BJPയിൽ ചേരുന്നത് EDയെ പേടിച്ചിട്ടാണ് എന്നാണ് ഈ സർവേയിൽ അഭിപ്രായം രേഖപ്പെടുത്തിയവരിൽ കൂടുതൽ ശതമാനം പേർ പറയുന്നത്. 46%. BJPയുടെ വോട്ടർമാരുടെ ഇടയിൽ അല്ലെങ്കിൽ BJPയുടെ സപ്പോർട്ടേഴ്സിന്റെ ഇടയിൽ ചോദിച്ചൊരു ചോദ്യം, ടൈൻഡഡ് ആയിട്ടുള്ള ആളുകളെ, കളങ്കിതരായ ആളുകളെ BJPയിലേക്ക് എടുക്കുന്നത് നമ്മൾ വാഷിംഗ് മെഷീൻ എന്നൊക്കെ പറയില്ലേ, അത് ശരിയാണോ എന്നുള്ളതായിരുന്നു. BJPക്കാരായ അല്ലെങ്കിൽ BJPക്ക് വോട്ട് ചെയ്യുന്ന ജനവിഭാഗങ്ങളിൽ 51% പേർ അങ്ങനെ BJP ചെയ്യരുത് എന്ന് അഭിപ്രായപ്പെടുകയാണ്. ED, IT തുടങ്ങിയവ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറയുന്നവരെക്കാൾ കൂടുതലാണ് ആണ് എന്ന് പറയുന്നവർ. അപ്പോൾ നോക്കൂ, അഴിമതി കൂടിയതായി ഈ രാജ്യത്തെ ജനങ്ങൾ അഭിപ്രായപ്പെടുന്നു. അന്വേഷണ ഏജൻസികൾ പക്ഷപാതപരമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് അഭിപ്രായപ്പെടുന്നു. കളങ്കിതരായ ആളുകൾ BJPയിലേക്ക് വരുന്നു, അത് ശരിയല്ല എന്ന് അഭിപ്രായപ്പെടുന്നു. ഇതൊക്കെ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ആയി കാണാൻ എന്തുകൊണ്ടാണ് തയ്യാറാവാത്തത്? അഭിലാഷേ, കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ എത്രത്തോളം ചർച്ച ചെയ്തു? ഡൽഹിയിൽ ഇല്ലാത്ത ചർച്ച കേരളത്തിൽ നടന്നു. അവസാനം ഇപ്പോൾ അയാളുടെ ജാമ്യ കേസിൽ പറഞ്ഞ വിധിന്യായത്തിൽ എന്താ പറയുന്നേ? സുപ്രീം കോടതിയിലേക്ക് എത്തുന്നല്ലേ ഉള്ളൂ കേസ്. ഒരു ജാമ്യ കേസിന്റെ വിധി പറയുന്ന സമയത്ത് ഇത്രത്തോളം പോകാം അല്ല, ഞാൻ പറയട്ടെ, ഇത്രത്തോളം പോകാമോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. ആ കേസിൽ അങ്ങേരുടെ കേസിൽ എന്താ പറയുന്നത്? there is prima facie അയാളുടെ ഇൻവോൾവ്മെന്റിന് തെളിവുണ്ട് എന്നല്ലേ നേരത്തെ സുപ്രീം കോടതി ഇത് പറഞ്ഞിരുന്നു. നേരത്തെ 2 മന്ത്രിമാർ ജയിലിലാണ്. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ, മന്ത്രിസഭയിലെ സഹപ്രവർത്തകർ മാസങ്ങളായിട്ട് ജയിലില്ല. ഇത് നൽകുന്ന മെസ്സേജ് എന്താ? അതുപോലെ തമിഴ്നാട്ടിലെ ഒരു മന്ത്രി ജയിലിലല്ലേ, അഴിമതി കേസല്ലേ. കേരളത്തിൽ എത്ര കേസുണ്ട്? എത്ര കേസിൽ ED ഇടപെടുന്നുണ്ട്? പരാതി കിട്ടിയാൽ അന്വേഷിക്കേണ്ടേ ഏജൻസീസ്? അതിൽ തെരഞ്ഞെടുപ്പാണെന്ന് കരുതി അന്വേഷണം മാറ്റിവെക്കണോ? അല്ലെങ്കിൽ അഴിമതി ഉണ്ടെങ്കിൽ രാഷ്ട്രീയം നോക്കിയിട്ട് മാറ്റിവെക്കണോ? എനിക്ക് ആ അഭിപ്രായമില്ല. ശരി, അതുകൊണ്ട് അന്വേഷണം നടക്കട്ടെ. ശരി, സത്യസന്ധ പ്രശ്നങ്ങളില്ലെങ്കിൽ ഇവര് കുറ്റവിമുക്തരായിട്ട് വരട്ടെ. അല്ലാതെ ഇവിടെ രാജ്യത്ത് അഴിമതി കൂടി എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും പ്രധാന കാരണം ഇന്ന് BJP വിരുദ്ധ പക്ഷത്ത് നിൽക്കുന്നവരുടെ അഴിമതിയാ. ബംഗാളിൽ എത്രമാത്രം കേസുകളുണ്ട്, എത്രമാത്രം കേസുകൾ, CBIയും ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. പലതും അഴിമതിയുടെ കാര്യത്തിൽ എന്ന് ചോദിക്കുമ്പോൾ കൂടുതൽ പേരും യൂണിയൻ ഗവൺമെന്റ് ആണ്. രണ്ടും യൂണിയൻ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും എന്ന് അഭിപ്രായപ്പെടുന്നവരാണ് ബഹുഭൂരിപക്ഷം. പിന്നെ അതിനുശേഷം യൂണിയൻ ഗവൺമെന്റ്, ഏറ്റവും കുറവേ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ഉള്ളൂ എന്നൊരു കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കണം. ഞാൻ അങ്ങേലേക്ക് വരാം. പക്ഷേ രാജു പി നായർ ഇപ്പോൾ അഴിമതിയുടെ കാര്യം പറയുന്നു. ഇലക്ട്രൽ ബോണ്ടൊക്കെ ചർച്ചയായ തെരഞ്ഞെടുപ്പാണ് ഇത്. അപ്പോൾ രാജ്യത്ത് പൊതുവേ തന്നെ കഴിഞ്ഞ തവണത്തേതുപോലെ അല്ല, 5 വർഷം മുമ്പുള്ളതുപോലെ അല്ല, മറിച്ച് കൂടുതൽ ശതമാനം ആളുകൾ അഴിമതി കൂടുന്നു എന്ന് വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രതിപക്ഷത്തിന് അതിന് അഡ്വാൻറ്റേജ് എടുക്കാൻ കഴിയുന്നുണ്ടോ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യവ്യാപകമായി കോൺഗ്രസ് രാഹുൽ ഗാന്ധി പ്രചണ്ഡമായ പ്രചരണം നടത്തി. ചൌക്കിദാർ ചോർ ഹേ എന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നതും വലിയ ആവേശത്തോടു കൂടി ആളുകൾ കൈയടിക്കുന്നതും ഒക്കെ നമ്മൾ കേട്ടു. ഇപ്പോൾ അങ്ങനെ ആ തരത്തിൽ ഭരണകൂടത്തിനെതിരെ എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാനോ, അഴിമതി ആവട്ടെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന വിലക്കയറ്റമാവട്ടെ, തൊഴിലില്ലായ്മ ആവട്ടെ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ഇഷ്യൂസ് ആക്കി കൊണ്ടുവരാൻ, അങ്ങനെ ഒരു നറേറ്റീവ് സെറ്റ് ചെയ്യാൻ കോൺഗ്രസിന് കഴിയുന്നുണ്ടോ? ന്യായയാത്ര നടത്തി അത് കഴിഞ്ഞല്ലോ. ഇപ്പോൾ പ്രധാനമന്ത്രി പ്രസംഗിക്കുന്നത് പോലെ രാഹുൽ ഗാന്ധി ഇതൊക്കെ ഈ മട്ടിൽ പ്രസന്റ് ചെയ്യുന്ന ഒരാളായി നമ്മൾ എവിടെയും കാണുന്നില്ല. അഭിലാഷേ, ഈ പ്രശ്നങ്ങൾ പറഞ്ഞത് കൊണ്ടാണല്ലോ ഇപ്പം ഈ പറഞ്ഞ സർവേയിൽ ജനങ്ങൾ അതിൽ പ്രബുദ്ധരായിട്ട് അതിനകത്തൊരു തീരുമാനം പറഞ്ഞത്. അതല്ലാതെ സാധാരണ ജനങ്ങൾ അറിയുന്നത് അങ്ങനെയാണ്. പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് അവർ ബോധവാന്മാരാകുന്നത്.
അവർ ബോധവാന്മാരായത് പ്രതിപക്ഷം ഇത് ഉന്നയിച്ചത് കൊണ്ടാണ് എന്ന് ഈ സർവേയിൽ തന്നെ വ്യക്തമല്ല. അപ്പോൾ അതുകൊണ്ട് ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം ശ്രീ KPS ഹരിദാസ് പറഞ്ഞൊരു പ്രയോഗം, മനസ്സ് വളർന്നിട്ടില്ലെന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ മനസ്സ് വളർന്നിട്ടില്ല. ഞങ്ങളുടെ മനസ്സ് തെരഞ്ഞെടുപ്പ് സമയത്ത് എതിർ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകൻ മീൻ കടിച്ചോ മാംസം കുക്ക് ചെയ്തോ എന്ന് അന്വേഷിക്കുന്ന രീതിയിലേക്ക് ഞങ്ങളുടെ മനസ്സ് വളർന്നിട്ടില്ല. അതിന് മനസ്സ് മലിനമാവുക എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ ഈ നാക്കിനെല്ലില്ലാത്തതും അതുപോലെ തന്നെ ഇരിക്കുന്ന സ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്വം അറിയാത്തവരും എന്നാണ് അറിയാത്തവരും എന്നാണ് അങ്ങനെ പറഞ്ഞപ്പോൾ നരേന്ദ്രമോദി അത് അങ്ങേക്ക് മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ സംഭവം, അതിനപ്പുറമൊന്നുമില്ല. ഞാൻ ഒരു ഡയലോഗ് പറഞ്ഞപ്പോൾ അത് നരേന്ദ്രമോദിയാണെന്ന് നിങ്ങൾ തലയുടെ മേളിൽ പപ്പുണ്ടോ എന്ന് തപ്പി നോക്കി. അത് തന്നെയാണ് സർ, നാട്ടിലുള്ള ജനങ്ങൾക്ക് മുഴുവൻ കാര്യം മനസ്സിലായി. ഞാൻ ചോദിക്കട്ടെ ശ്രീ KVS ഹരിദാസ്, കഴിഞ്ഞ ഘട്ടത്തിൽ ഞാൻ സംസാരിച്ചത് മുഴുവൻ തൊഴിലില്ലായ്മയെക്കുറിച്ചാണ്, അഗ്നിവീറിനെ കുറിച്ചാണ്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്നതിനെ കുറിച്ചാണ്, അഴിമതിയെക്കുറിച്ചാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സെഗ്മെന്റിൽ ഈ സർവേയിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ, അതിൽ ഞാൻ പറഞ്ഞ വാദങ്ങൾ ഒരെണ്ണം ഖണ്ഡിക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? ഒരൊറ്റ എണ്ണം ഖണ്ഡിക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? ഇതാണ് പറയുന്നത്. നിങ്ങളുടെ നെറേറ്റീവ് പൊളിഞ്ഞു വീണിരിക്കുന്നു. നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് നെറേറ്റീവ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. പിന്നെ അങ്ങ് തൊട്ടു പറഞ്ഞു പോയത് അഴിമതിയെക്കുറിച്ചാണ്. അതിനിടയ്ക്ക് അങ്ങ് 2G എന്നോ ഒക്കെ പറയുന്നത് കേട്ടു. എന്തായിരുന്നു KVS ഹരിദാസ് 2G ട്രയൽ കോർട്ടിന്റെ വെർഡിക്റ്റ്? OP സൈനി പ്രഖ്യാപിച്ച വെർഡിക്റ്റ് എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റിൽ ഒരു വാക്ക് ഞാൻ പറയാം. എന്തായിരുന്നു അറിയോ? ഞാൻ ദിവസവും 7 വർഷം ദിവസവും രാവിലെ 9 മുതൽ വൈകുന്നേരം 7 മണി വരെ എൻ്റെ കോടതി വരാന്ത അവധി ദിവസങ്ങൾ ഉൾപ്പെടെ തുറന്നിട്ട് ഞാൻ കാത്തിരുന്നു ഈ കേസിൽ ഒരൊറ്റ തെളിവ് കൊണ്ടുവരാൻ എന്ന് പറഞ്ഞ വെർഡിക്റ്റ്, OP സൈനിയുടെ വെർഡിക്റ്റ് എന്താ അറിയോ? 2G കേസ് അവസാനിപ്പിച്ച വെർഡിക്റ്റിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നാണമുണ്ടോ? നിങ്ങളുടെ ഗവൺമെൻറ് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയാതെ പോയ നിങ്ങൾ വായുവിൽ പൊക്കിവിട്ട ആരോപണം ഇനിയും വന്നിരുന്നത് 10 വർഷത്തിന് ശേഷം പറയാൻ നാണമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ലോകം കണ്ട ഏറ്റവും വലിയ കഴിവുകെട്ടവൻ ആണെന്ന് നിങ്ങൾ ഈ ചർച്ചയിൽ സമ്മതിക്കണം. നിങ്ങൾ പറഞ്ഞ ആരോപണം നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയാതെ കോടതിയുടെ മുന്നിൽ പരാജയപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രധാനമന്ത്രി കഴിവുകെട്ടവനാണെന്ന് വേറെ എന്തെങ്കിലും ഒരു ഉദാഹരണം ആവശ്യമുണ്ടോ? എന്തായിരുന്നു കോൾ സ്കാം? നിങ്ങളുടെ CBI കോൾ സ്കാമിന് കോടതിയിൽ പോയി പറഞ്ഞത് ഒരു തെളിവുമില്ല, ഈ കേസ് അവസാനിപ്പിക്കണം എന്ന് ഇല്ലേ? അപ്പോൾ അഴിമതിയെക്കുറിച്ച് നിങ്ങൾ കോൺഗ്രസിനെതിരെ പറഞ്ഞല്ല, മറിച്ച് ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ടിൽ കണക്കില്ലാതെ കോൺട്രാക്ട് കൊടുക്കുന്നതിന് മുൻപും പിൻപും മേടിച്ച കമ്മീഷനുകൾ ഈ രാജ്യത്തെ കോർപ്പറേറ്റുകളെ എക്സ്റ്റോർഷൻ ഡയറക്ടറേറ്റിനെയും ഇൻകം ടാക്സിനെയും CBI ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഗുണ്ടാപ്പിരിവ് അതെല്ലാം ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. രാജാവ് നഗ്നനാണ്. ഈ ജനങ്ങളുടെ മുമ്പിൽ തൊലി ഉരിഞ്ഞ് വിവസ്ത്രനായി നിൽക്കുകയാണ് നരേന്ദ്രമോദി. അവിടെയും തീർന്നില്ല. 12,700 കോടി രൂപ നിങ്ങൾ PM കേസ് ഫണ്ടിന്റെ പേരിൽ ഈ രാജ്യത്ത് ഒരസുഖം വന്ന് അല്ലെങ്കിൽ ഒരു പകർച്ചവ്യാധി വന്ന് വിറങ്ങലിച്ച് നിന്ന സമയത്ത് ആ മനുഷ്യന്റെ ജീവൻ പണയം വെച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയ അഴിമതികൾ അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവിടെയാണ് ജനങ്ങളുടെ വിധി നിങ്ങൾക്കെതിരായി മാറാൻ പോകുന്നത്. അഭിലാഷേ, ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഒരു കണ്ടംപററി പൊളിറ്റിക്സിൽ ഇന്ത്യയുടെ രാഷ്ട്രീയം ഇങ്ങനെയാണ്. 5 വർഷം കൊണ്ട് ഒരു ഭരണ പാർട്ടിക്ക് ഈ രാജ്യത്ത് വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയില്ല എന്ന് ബോധ്യമുള്ള ജനങ്ങൾ അവർക്ക് 2 ടേം കൊടുക്കും. 2004 UPA വന്നു. 2009 ആയപ്പോൾ വർദ്ധിത ഭൂരിപക്ഷത്തോടു കൂടി UPA ഗവൺമെന്റ് വന്നു. എന്തായിരുന്നു? അവർക്കൊന്നുകൂടി ടേം കൊടുക്കണം. അവർ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ അർത്ഥപൂർണമായ അവസാനത്തിലേക്ക് എത്തട്ടെ എന്നൊരു ടേം കൊടുത്തു. ആ 2 ടേം നരേന്ദ്രമോദിക്ക് ഈ കണ്ടംപററി പൊളിറ്റിക്സിൽ ഇന്ത്യ കൊടുത്തു കഴിഞ്ഞു. ഇനി ഇയാൾ പരാജയപ്പെട്ടു. ഇങ്ങർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ ഞങ്ങളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് ഞങ്ങളുടെ പോക്കറ്റടിക്കുന്ന ഒരു പോക്കറ്റടിക്കാരനായി മാറി എന്ന് രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവിടെയാണ് നിങ്ങളുടെ പതനം തുടങ്ങിയിരിക്കുന്നത്. ഈ പതനം ഒരു സംശയവും വേണ്ട. 400 എന്നൊക്കെ നിങ്ങളുടെ ഒരു വെപ്രാളത്തിൽ നിന്ന് പറയുന്നതാ. നിങ്ങൾക്ക് തന്നെ അറിയാം ഇനി 400-ലേക്ക് എത്താൻ ഒന്നും ബാക്കിയില്ല. കോൺഗ്രസ് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമാണ് നേരിട്ടത്. അവിടെ നിന്ന് കോൺഗ്രസ് മുന്നേക്ക് വരും, ഇന്ത്യ മുന്നണി മുന്നിലേക്ക് വരും എന്ന് നിങ്ങൾക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് പരാജയ ഭീതിയാണ് നിങ്ങളുടെ നേതാവിനെ കൊണ്ട്
ഉറക്കത്തിലും 400 എന്ന് പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ വെപ്രാളം വ്യക്തമാണ്. ശരി, അതിനുള്ള മറുപടി BJP പറയും. അതിനു മുൻപ് ശ്രീ അരുൺകുമാർ, ഈ ലോക്നീതി CSDS സർവേയിലെ ഒരു പ്രധാനപ്പെട്ട സന്തോഷകരമായ ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത്, സർവേയിൽ പങ്കെടുത്ത 79% പേരും ഇന്ത്യ എല്ലാ മത ജാതി വിഭാഗങ്ങൾക്കും തുല്യമായി ഒരുപോലെ അവകാശപ്പെട്ടതാണ് എന്ന് കരുതുന്നു എന്നുള്ളതാണ്. ഇന്ത്യ ഹിന്ദുക്കളുടേത് മാത്രമാണ്, അല്ലെങ്കിൽ ഹിന്ദുക്കളുടേതാണ് എന്ന് വെറും 11% പേർ മാത്രമേ കരുതുന്നുള്ളൂ. ഡിവിസീവായ പൊളിറ്റിക്സിനെ ഇന്ത്യക്കാർ പൊതുവിൽ തള്ളിക്കളയുന്നു എന്നാണല്ലോ അതിൻ്റെ ഒരു സാമാന്യമായ അർത്ഥം. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലേയിങ് ഫീൽഡിലാണ് നിങ്ങൾക്ക് കളിക്കാൻ അവസരം കിട്ടിയിരിക്കുന്നത്. ഇന്ത്യ വളരെ പ്ലൂറലാണ്, അതേസമയം തന്നെ എല്ലാവർക്കും തുല്യമായ അവസരം പ്രദാനം ചെയ്യുന്നതുമാണ്. എങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നന്നായി നിന്നാൽ, പ്രതിപക്ഷം ഒരുമിച്ച് നിന്നാൽ, നല്ല കെട്ടുറപ്പുണ്ടെങ്കിൽ ജയിക്കാൻ കഴിയും, ഒരു പോൾ നറേറ്റീവ് സെറ്റ് ചെയ്യാൻ കഴിയും, അതനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. അങ്ങനെ കഴിയുന്നില്ല എങ്കിൽ, ഇപ്പോഴും BJPക്ക് ഹ്യൂജ് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പരാജയമായിരിക്കും. യെസ്, ഞാൻ അതിലേക്ക് വരാം. ഇപ്പോൾ CSDS ലോക്നീതി സർവേയും അതോടൊപ്പം തന്നെ സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കോണമി, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ തന്നെ സ്ഥാപനമാണല്ലോ, അതിൻ്റെയും കണക്കുകൾ വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമായ രാജ്യമായി ഇന്ത്യ മാറി എന്നതിൽ യാതൊരു സംശയമില്ല. തൊഴിലെടുക്കാൻ ശേഷിയുള്ളവരുടെ 10% ആളുകൾക്ക് പട്ടണങ്ങളിൽ തൊഴിലില്ല എന്ന് തന്നെയാണ് തൊഴിലില്ലാ നിയമ നിരക്ക് വ്യക്തമാക്കുന്നത്. അപ്പൊ അവരുടെ കണക്കനുസരിച്ച് 40 കോടിയാണ് തൊഴിലെടുക്കാൻ ശേഷിയുള്ള ആളുകൾ രാജ്യത്ത്. അതിൽ 2016 6.64% തൊഴിലില്ലായ്മയാണ്. അത് 2019 5.27 2020 ആയപ്പോൾ 8%, 2022 ആയപ്പോൾ 7.33%, 2023 ആയപ്പോൾ 8.3%. ഇപ്പൊ ഏറ്റവും അവസാനം ഡിസംബറിൽ ക്ലോസ് ചെയ്യുമ്പോൾ പട്ടണത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് 10.9%. അതായത് 100 പേരെ എടുത്താൽ അതിൽ 10 പേർക്കും യാതൊരു തൊഴിലുമില്ലാത്തവരായി മാറുകയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 1,30,00,000 പേരാണ് ഒരു വർഷം തൊഴിലെടുക്കാൻ ശേഷിയുള്ളവരായി കടന്നു വരുന്നത്. അതിൽ 80 ലക്ഷം പേർ തൊഴിലന്വേഷകരായി നമ്മുടെ രാജ്യത്ത് അലയുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളുടെ കണക്കെടുത്താൽ ആകെ തൊഴിൽ ശക്തിയുടെ 25% സ്ത്രീകളുടെ എണ്ണം ചുരുങ്ങി. കാരണം വൈകുന്നേരം വരെ തൊഴിലെടുത്താലും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ തൊഴിൽ തന്നെ വേണ്ടെന്ന് വെക്കുന്ന രംഗത്തേക്ക് മാറുകയാണ്. ഇപ്പൊ ആകെയുള്ള തൊഴിലെടുക്കുന്നവരുടെ കൂലിയോ 176 രൂപയാണ്. അതിരാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്താൽ ആളോഹരി ദിവസ വരുമാനം എന്ന് പറയുന്നത്. കേരളത്തിൽ അത് 840 അപ്പൊ തൊഴിലില്ലായ്മയുടെ കണക്ക് വളരെ ഇപ്പൊ ഏറ്റവും ഗൗരവമായിട്ട് ഇപ്പൊ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ കണക്ക് പ്രകാരം ഇവിടെ മാനേജ്മെന്റ് പ്രൊഫഷണൽ ആയിട്ട് പുറത്തിറങ്ങുന്ന 4 പേർ പുറത്തിറങ്ങിയാൽ അതിൽ ഒരാൾക്ക് മാത്രമാണ് തൊഴിൽ കിട്ടുന്നത്. 5 എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ പുറത്തിറങ്ങുമ്പോൾ അതിൽ ഒരാൾക്ക് മാത്രമാണ് തൊഴിൽ കിട്ടുന്നത്. 10 മറ്റു ബിരുദധാരികൾ പുറത്തിറങ്ങിയാൽ അതിൽ ഒരാൾക്കാണ് തൊഴിൽ കിട്ടുന്നത്. അതായത് തൊഴിലില്ലായ്മയുടെ രൂക്ഷമായിട്ടുള്ള സാഹചര്യം രാജ്യത്തെ യുവജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വിനിയോഗിക്കും, അവരുടെ പ്രതികരണം വോട്ടിലൂടെ പ്രതികരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്നോട് ചോദിച്ചത്, കാരണം ഒരു മതനിരപേക്ഷ ഇന്ത്യയാണ്, ഈ രാജ്യത്തിന് മതമില്ല, ഭരണകൂടത്തിന് മതമില്ല, ഭരണാധികാരികൾക്ക് മതപരമായിട്ടുള്ള ചായവും പാടില്ല. പക്ഷെ ഒരു മതരാജ്യമാക്കി മാറ്റാൻ ഘട്ടം ഘട്ടമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമമാണല്ലോ 4.5 വർഷം അടച്ചുപൂട്ടി വച്ചിട്ട് പൗരത്വ ഭേദഗതി നിയമത്തിനൊരു ചട്ടം തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നതിന് 5 ദിവസം മുമ്പ് പുറപ്പെടുവിക്കുക. രാജ്യത്താകമാനം അതിശക്തമായിട്ട് പ്രക്ഷോഭം ഉയർന്നു വരുന്നത് നാം കണ്ടില്ലേ? കാരണം കൃത്യമായി ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റി ബിഫോർ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയുടെ വയലേഷൻ, ആർട്ടിക്കിൾ 16 ജാതി മതം ഭാഷ വേഷവിധാനം ജനിച്ച സ്ഥലം എന്നതിന്റെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല, കൃത്യമായിട്ടുള്ള വയലേഷൻ. ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശം, ജനിച്ച നാട്ടിൽ അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം. ഇതെല്ലാം പൂർണ്ണമായി മതത്തിന്റെ പേരിൽ ഒരു രാജ്യത്തിന്റെ പൗരത്വം നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ മതരാഷ്ട്രമായി മാറുക. രാജ്യത്തിന്റെ പുതിയ തലമുറ പൂർണ്ണമായി പറയുന്നു ഇത് മതരാഷ്ട്രമല്ല, മതനിരപേക്ഷ രാഷ്ട്രമാണ്. വ്യത്യസ്ത മതത്തിൽ, ജാതിയിൽ, വേഷത്തിൽ, നിറത്തിൽ, സംസ്കാരത്തിൽ ഒരുമിച്ച് ഒത്തൊരുമയോടെ ജീവിക്കുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം. ആ രാജ്യത്തെ തകർക്കാനും മതരാഷ്ട്രമാക്കി മാറ്റുവാനുള്ള ശ്രമത്തെ രാജ്യം ഒറ്റക്കെട്ടായി തന്നെ ചെറുത്തു തോൽപ്പിക്കും. അതാണ് ഈ രാജ്യത്ത് ഉജ്ജ്വലമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ അടുത്ത കാലത്ത് ഉയർന്നു വരുന്നത്. പക്ഷെ ആ വിഷയങ്ങളൊന്നും ചർച്ചയാക്കരുത്. ആ ചർച്ചയാക്കാതിരിക്കാൻ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയാണ്. BJPയുടെ പ്രതിനിധി പറഞ്ഞല്ലോ, അങ്ങ് പരാതി കിട്ടിയാൽ അന്വേഷിക്കേണ്ടതെന്ന്. ഇന്ന് കേരളത്തിന്റെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞില്ലേ, ഈ തോമസ് ഐസക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിൽ 2 ദിവസം മുമ്പ് ഡൽഹിയിലെ ഒരു മന്ത്രി രാജിവെച്ച് ആപ്പിന്റെ മെമ്പർഷിപ്പ് വരെ വേണ്ടെന്ന് വെച്ചു. ED കയറി നിരങ്ങിയപ്പോഴാണ്. BJPയിൽ ചേർന്നപ്പോൾ വീട്ടിൽ കിടന്നുറങ്ങാം എന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാരെ നമ്മൾ കാണുകയാണ്. ഇവിടെ ഏറ്റവും വലിയ അഴിമതിയായി അവർ ചിത്രീകരിച്ചത് ആദർശ് ഫ്ലാഷ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അശോക് ചൗഹാൻ നേരെ പോയി BJP ചേർന്നപ്പോ ഏത് അഴിമതിക്കാരെയും സ്വീകരിക്കാം, അവരെ വെളുപ്പിച്ചെടുക്കാം എന്ന് BJP തന്നെ മനസ്സിലാക്കി. BJP തന്നെ അതിന് അംഗീകാരം കൊടുക്കുമ്പോൾ അവരുടെ പ്രവർത്തകർ തന്നെ രംഗത്ത് വന്ന് ഇത്തരത്തിലുള്ള സർവേകളിൽ അഭിപ്രായം പറയുന്നതാണ് നാം കണ്ടത്. അതുകൊണ്ട് ഇത്തരം സർവേകൾ നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്തായി മാറാൻ പോകുന്നോ
അതാണ് ഈ സർവേയിലൂടെ പ്രതിഫലിക്കുന്നത്. ശരി, ഇവിടെ ശ്രീ KVS 2014 റിസൾട്ടിന്റെ ഒരു പ്രത്യേകത, 2014 ആകുമ്പോഴേക്ക് രണ്ടാം UPA സർക്കാർ അങ്ങേയറ്റം അൺപോപ്പുലറായി മാറിയിരുന്നു. അവിടെ കറപ്ഷൻ എന്ന വിഷയമാണ് ഏറ്റവും പ്രധാനമായും ജനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറിയത്. ഈ തവണ അങ്ങനെ ഒരു സെന്റിമെന്റ്സ് ഉണ്ടായി വരുന്നുണ്ടോ? ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒരു ഭാഗത്ത്, രണ്ടാമത്തത് ഈ അഴിമതിക്കാരായ ആളുകളെല്ലാം BJPയിലേക്ക് എടുത്ത് അവരുടെ കേസ് ഒഴിവാക്കി കൊടുക്കുന്ന പദ്ധതി, വാഷിംഗ് മെഷീൻ പദ്ധതി. അപ്പൊ ഈ BJP സപ്പോർട്ടർമാരായിട്ടുള്ള ആളുകൾക്ക് പോലും ടൈൻറ്റഡ് ആയിട്ടുള്ള ആളുകളെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് അത് സ്വീകാര്യമല്ല എന്ന നിലപാടിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് ഈ അർബൻ മിഡിൽ ക്ലാസിന്റെ ഒക്കെ ഇടയിൽ ഇങ്ങനെ അഴിമതിക്കാരെയൊക്കെ ഇങ്ങനെ സ്വീകരിക്കുകയാണ്, അങ്ങനെ അഴിമതി വൈറ്റ് വാഷ് ചെയ്ത് കൊടുക്കുകയാണെന്നൊക്കെ ഒരു പ്രതീതി വരുന്നത് ആത്യന്തികമായി 2014 സമാനമായ ഒരു സാഹചര്യം ഉണ്ടാക്കില്ലേ? അഭിലാഷേ, ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് 3 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്. ആ തെരഞ്ഞെടുപ്പിലെ പ്രതിപക്ഷത്തിൻ്റെ ക്യാമ്പയിൻ്റെ കുന്തമ്മന എന്തായിരുന്നു? അതിൽ വേണമെങ്കിൽ ഒഴിവാക്കാവുന്ന ഇലക്ട്രൽ ബോണ്ട് മാത്രം. ബാക്കി എല്ലാ ആരോപണങ്ങളും ഈ കൂട്ടർ ഉന്നയിച്ചിരുന്നതാണ്. ആ 3 സംസ്ഥാനങ്ങളും ഏത് വിധത്തിലാണ് ജനവിധി നൽകിയത്? നമ്മുടെ മുമ്പിലുണ്ടല്ലോ, ഞാനിത് ആവർത്തിക്കേണ്ട ആവശ്യമില്ല. കോൺഗ്രസ് പാർട്ടി അത്ര ദയനീയമായ പരാജയമാണ് ഏറ്റുവാങ്ങിയത് 3 സംസ്ഥാനങ്ങളിലും. ഇന്ന് അവിടെ ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ നിലനിൽക്കാൻ പോയ, തല ഉയർത്തി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവിടെ കോൺഗ്രസ് ചെന്ന് എത്തിപ്പെട്ടില്ലേ? ഇതിപ്പോ ഇവർക്ക് ക്യാമ്പയിൻ നടത്താം. BJP മനോഭാവമുള്ള മാധ്യമങ്ങളും, അതിൽ പ്രത്യേകിച്ച് രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും കോൺഗ്രസിന്റെ ഭരണം, അങ്ങനെ പല വിഷയങ്ങളുണ്ട്. പക്ഷെ ഇതൊരു നാഷണൽ ഇലക്ഷനാണ്. നിങ്ങൾ അഴിമതി വിരുദ്ധതയൊക്കെ പറയുകയും ഞങ്ങൾ വ്യത്യസ്തരായ പാർട്ടിയാണെന്ന് അവകാശപ്പെടുകയും തിന്നുകയുമില്ല തീറ്റിക്കുകയുമില്ല എന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്ത ഒരു അവസ്ഥയൊക്കെ മുമ്പുണ്ടായിട്ടുണ്ടല്ലോ. നോക്കൂ, കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒരു എക്സ്ക്ലൂസീവ് സ്റ്റോറിയാണ്. സിൻസ് 2014 25 opposition leaders facing corruption probe crossed over to BJP, 23 of them got reprieve. 25 ഒപ്പോസിഷൻ ലീഡേഴ്സ്, പ്രധാനപ്പെട്ടവർ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ നിങ്ങളുടെ പാർട്ടിയിലേക്ക് വരികയും ആ 25-ൽ 23 പേരുടെയും കേസ് സ്വാഹയായി പോവുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ വലിയ വലിയ ആളുകളാണ്. അശോക് ചവാൻ, അജിത് പവാർ, പ്രഫുൽ പട്ടേൽ തുടങ്ങി അങ്ങനെ വലിയ വലിയ ആളുകൾ. അപ്പൊ ഇതൊക്കെ കണ്ടോണ്ടിരിക്കല്ലേ ഇന്ത്യയിലെ ജനങ്ങൾ? അല്ലെന്ന് ജനങ്ങൾ വിധി എഴുതട്ടെ. നിങ്ങൾക്ക് അത്ര വലിയ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ആ വിഷയങ്ങൾ ഉന്നയിക്കട്ടെ. അവർക്ക് ഉന്നയിക്കാമല്ലോ. അപ്പം നിങ്ങൾ ഉന്നയിക്കുന്ന പോലെ അവർ ഉന്നയിക്കട്ടെ. ഈ വിഷയങ്ങളൊക്കെ തന്നെ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും പ്രതിപക്ഷം ഉന്നയിക്കാറുണ്ട്. അതിനേക്കാൾ അഴിമതിയുടെ ചെളിക്കുണ്ടിൽ കടക്കുന്നവരാണ് ഈ കടന്ന് നിലവിളിക്കുന്നത് എന്നത് ജനങ്ങൾ തിരിച്ചറിയുന്നു എന്നതാണ് പ്രശ്നം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഈ ആരോപണം ഉന്നയിക്കുന്ന ഇവിടെ വലിയ വലിയ പ്രതിപക്ഷത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ സ്ഥിതി. ഇലക്ട്രൽ ബോണ്ടിന്റെ വിവരങ്ങൾ മുഴുവൻ ഇനിയും പുറത്തു വരാനുണ്ട്. ഇത് മുഴുവൻ പുറത്തു വരട്ടെ എന്ന് മുഴുവൻ ഞാനൊരു കാര്യം പറയാം. ഞങ്ങൾ ഏതെങ്കിലും ഒരു ED കേസുള്ളവൻ്റെ നേരെ EDയുടെ റെയ്ഡോ ഇൻകം ടാക്സിൻ്റെ നടപടിക്കോ ശേഷം ഒരു ടൈൻറ്റഡ് പേഴ്സന്റെ കയ്യിൽ നിന്ന് നയാ പൈസ വാങ്ങിയിട്ടില്ല. ഒരു ടൈൻറ്റഡ് പേഴ്സന്റെ മുമ്പിൽ നിന്നും. ആദായ നികുതി വകുപ്പ് റെയ്ഡ് ചെയ്തപ്പോഴാണ് 2471 കോടി രൂപ BJPക്ക് ഇലക്ട്രൽ ബോണ്ട് കിട്ടിയത്. തെറ്റ് പറയല്ലേ? അതെ അരുണേ, അതിന്റെ മുഴുവൻ വിവരങ്ങൾ ഇലക്ഷൻ അല്ല പറയരുത്. വാർത്തകള് മുഴുവൻ അഭ്യൂഹങ്ങളുടെ വെളിച്ചത്തില്ല. ഡാറ്റ മുഴുവൻ പുറത്തു വരട്ടെ അരുണേ. അഭ്യൂഹങ്ങളല്ല, സത്യസന്ധമായ കണക്ക്. ഡാറ്റ മുഴുവൻ പുറത്തു വരട്ടെ അരുണേ. 41 കമ്പനികളാണ് റെയ്ഡ് നടത്തിയത്. പ്രശാന്ത് ഭൂഷൺ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്യാം. അന്വേഷണം നേരിടുന്ന 41 കമ്പനികൾ BJPക്ക് നൽകിയത് 2471 കോടി രൂപ. CBI, ED, IT പരിശോധനകൾക്ക് ശേഷമാണ് ഇതിൽ 1698 കോടി ബോണ്ടായി നൽകിയത് എന്ന് ഹർജിക്കാർ സുപ്രീം കോടതി അറിയിച്ചു. 30 ഷെൽ കമ്പനികൾ നൽകിയത് 143 കോടി രൂപ. 172 വൻകിട കരാർ ലഭിച്ച 33 കമ്പനികൾ ബോണ്ട് വഴി BJPക്ക് പണം നൽകി.
അഭിലാഷ് 3.75 ലക്ഷം അല്ലല്ല രൂപയുടെ കരാർ അഭിലാഷ് എന്നെ സംസാരിക്കാൻ എന്നെ സംസാരിക്കാൻ ശ്രീ കെ വി എസ് ഹരിദാസ്, ഒരു സെക്കൻഡ്. ഒരു ചോദ്യം. എന്നെ ശ്രീ കെ വി എസ് ഹരിദാസ് പറഞ്ഞോട്ടെ. അല്ലല്ല അഭിലാഷ് എന്നെ സംസാരിക്കാൻ പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞോളൂ. എനിക്ക് വിശദീകരണമുണ്ട്. എനിക്ക് വിശദീകരിക്കാൻ അവകാശം തരൂ. നിങ്ങൾ പറഞ്ഞപ്പോ പറഞ്ഞോളൂ. അല്ലല്ല അഭിലാഷേ, ഈ പത്രങ്ങളിൽ വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ ഡാറ്റ അല്ല. ഇലക്ഷൻ കമ്മീഷന്റെ ഡാറ്റ വരട്ടെ, ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അല്ല ആയിക്കോട്ടെ എന്ന് അത് ഏതെങ്കിലും പോലീസുകാരന് കൊടുക്കാവുന്ന അഫിഡാവിറ്റാണ്. ഏതെങ്കിലും പോലീസുകാരന് കൊടുക്കാവുന്ന അഫിഡാവിറ്റാണ്. ഇലക്ഷൻ കമ്മീഷന്റെ ഡാറ്റ വരട്ടെ പുറത്ത്. വരുമ്പോ ഞങ്ങൾ പ്രൂവ് ചെയ്യാം. ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഞങ്ങള് ഈ ഇഡിയുടെ റൈഡിന് ശേഷം ഇൻകം ടാക്സിന്റെ റൈഡിന് ശേഷം നടപടിക്ക് ശേഷം ഒരാളിൽ നിന്നും ഒരു നയ പൈസ വാങ്ങിയിട്ടില്ല. ആ കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല. കോടി രൂപയാണ് വാങ്ങിയിരിക്കുന്നത്. ശരി, ഓക്കെ. അല്ല, ഇനിയിപ്പോ നമ്മള് എന്തായാലും അദ്ദേഹത്തിന്റെ വാദം എങ്ങനെയാണല്ലോ, എന്തായാലും ഒരൊറ്റ ചോദ്യം ചോദിച്ചോട്ടെ. ഡൽഹി മദ്യക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബോണ്ട് വാങ്ങിച്ച ആളുകൾ ചോദ്യം ചെയ്യലിൽ മൊഴിയില്ല മുഖ്യമന്ത്രിക്കെതിരെ. രണ്ടാമത്തെ ചോദ്യം ചെയ്യലിൽ ഈ വിവരങ്ങളൊക്കെ എന്തായാലും പബ്ലിക് ഡൊമൈനിലുള്ള കാര്യമാണ്. ബോണ്ട് ബിജെപിക്ക് കിട്ടിയപ്പോഴാണ് മാപ്പ് സാക്ഷിയായി മാറിയത്. ശരി, ഓർമ്മയുണ്ടോ? അല്ല, ഓക്കെ, ഇതൊക്കെ കോടി രൂപയാണ് പബ്ലിക് ഡൊമൈനിലുള്ള കാര്യങ്ങളാണ്. ശരിയാണ്, ഓക്കെ. ഇവിടെ ശ്രീ രാജു പിന്നാർ, ഇവിടെ ഇപ്പോ കെ വി എസ് ഹരിദാസ് പറഞ്ഞ ഒരു ഡിഫൻസ്, ഇത് ഇലക്ഷൻ കമ്മീഷൻ ഔദ്യോഗികമായി ഈ വിവരം പങ്കുവച്ചതല്ല, മറിച്ച് പുറത്തു വന്ന വിവരങ്ങൾ മാധ്യമങ്ങളും സന്നദ്ധ പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടിക്കാരും ഒക്കെ മാച്ച് ചെയ്ത് അതിൽ നിന്ന് കണ്ടെത്തിയതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഒഫീഷ്യലായിട്ട് ഇത് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ, എന്ന് പറഞ്ഞാൽ ഈ മാച്ച് ചെയ്ത വിവരങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ, ഈ CSDS സർവേയിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു. ഇലക്ഷൻ കമ്മീഷനെ നിങ്ങൾ എത്രമാത്രം ട്രസ്റ്റ് ചെയ്യുന്നു എന്ന്. ഈ സർവേയിൽ പങ്കെടുത്ത വോട്ടർമാരിൽ 58% ആളുകളും അവിടെ പൂർണ്ണ നിഷ്പക്ഷതയെ സംശയിക്കുന്നു എന്ന് നിലവരുമ്പോൾ, നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ എത്രമാത്രം ഇപ്പോഴത്തെ നിലയിൽ ജനങ്ങൾക്ക് മുമ്പിൽ വിശ്വാസ്യത ഉള്ളവരാണെന്നൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. അല്ല, അത് വലിയ പ്രശ്നമാണ്. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് തീർക്കട്ടെ. ശ്രീ ഹരിദാസ് ഇവിടെ പറയുകയാണ് ഈ വിവരങ്ങൾ മുഴുവൻ പുറത്തു വന്നിട്ടില്ലല്ലോ എന്ന്. എന്ത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്? ഞാൻ നേരത്തെ നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞ വാക്കുകളെല്ലാം അങ്ങയുടെ തലയിലും കൂടി പപ്പുണ്ടോയെന്ന് അന്വേഷിച്ച് നോക്കൂ. സുപ്രീം കോടതിയിൽ ആദ്യം വിവരങ്ങൾ കൊടുക്കാതിരുന്നു. അതിനുശേഷം സുപ്രീം കോടതി അന്ത്യശാസനം പറഞ്ഞു, മുഴുവൻ വിവരങ്ങളും കൊടുത്തിരിക്കണം ഇന്ന ദിവസത്തിനുള്ളിൽ നിന്ന്. അത് കൊടുത്തതിന് ശേഷം കൊടുത്ത വിവരങ്ങൾ അതും പൂർണ്ണമല്ലെന്നാണ് കെ വി എസ് ഹരിദാസ് പറയുന്നത്. അത് ഗൗരവമായ ആരോപണമാണ്. സ്വന്തം ഭരണകൂടത്തിനെതിരെയും ആ ഭരണകൂടം നിയന്ത്രിക്കുന്ന SBIക്കെതിരെയും വലിയ ആരോപണമാണ് ഈ പറയുന്നത്. സുപ്രീം കോടതിയിൽ രണ്ടാമത് കൊടുത്ത വിവരങ്ങളും പൂർണ്ണമല്ല എന്നാണ് പറയുന്നത്. ഇനി അഭിലാഷ് ചോദിച്ച ചോദ്യം, ഇതിന്റെ സമയത്ത് EDയെ ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിയോണ്ടെന്ന് പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ? ഇതെന്ത് ന്യായമാണ് ഈ പറയുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടില്ല ഞങ്ങൾ അവിടെ നിന്ന് പൈസ മേടിച്ചിട്ടില്ല എന്ന്. എന്ത് ന്യായമാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജോലി അതാണോ? അവിടെ പബ്ലിക്കായിട്ട് നിൽക്കുന്ന പബ്ലിക് ഫിഗേഴ്സിന്റെ പണിയാണ് ഇതിനകത്ത് ഈ സർക്കാർ കാണിച്ച ഗുണ്ടാപ്പിരിവ് എന്താണെന്നുള്ളത് വ്യക്തമാക്കുക എന്നുള്ളത്. അത് വ്യക്തമാക്കി അതാണ് കോടതിയിൽ കൊടുത്തിരിക്കുന്നത് അഫിഡവിറ്റ് ആയിട്ട്. നിങ്ങൾ എന്തൊക്കെയാണ് ഇത് പറയുന്നത്? ആളുകളെ പൊട്ടന്മാരാക്കുന്ന വർത്തമാനം പറയുകയാണോ? പിന്നെ അഭിലാഷ് ചോദിച്ച ചോദ്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രമല്ല, ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിൽ വിശ്വാസ്യതയില്ലാത്ത സാഹചര്യത്തിലേക്ക് വന്നില്ലേ? അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും രൂക്ഷമായ വാക്കുകളിൽ പറയേണ്ടത്, ഇന്ത്യ ഇന്ന് ജനാധിപത്യമാണെന്ന് പറയുന്നത് ഏറ്റവും വലിയ പച്ചക്കള്ളമാണെന്ന് പറയുന്നത്. ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നതാണ് ഈ നൂറ്റാണ്ടിൽ പറയാവുന്ന ഏറ്റവും വലിയ പച്ചക്കള്ളം. ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഫ്രീസ് ചെയ്യുമോ? മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുമോ? ഒരു കാരണവുമില്ലാതെ ഒരു മാസത്തിനുള്ളിൽ 2 മുഖ്യമന്ത്രിമാരെ ജയിലിലടയ്ക്കുമോ? ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുതൽ ഇങ്ങോട്ടേക്ക് മുഴുവൻ സംവിധാനങ്ങളും RSSന്റെ കൈപ്പിടിയിലായിരിക്കുന്നു. അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രതിപക്ഷം അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു രാഷ്ട്രീയത്തോടോ ഒരു ആശയത്തോടോ മാത്രമല്ല, ഈ രാജ്യത്തൊരു മുഴുവൻ സംവിധാനത്തോടും പോരാടേണ്ട ഒരു ജനാധിപത്യ വിരുദ്ധ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ മുന്നണിയും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഏറ്റവും രൂക്ഷമാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അതാണ് ജനങ്ങൾ പറയുന്നത്. ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഞങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ജനം പറയുന്നത് ഈ രാജ്യത്തെ ജനാധിപത്യത്തിൽ ഞങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ വിധിയെല്ലാം, എന്റെയും അഭിലാഷിന്റെയും അരുൺകുമാറിന്റെയും എല്ലാം വിധി വക്രീകരിക്കപ്പെടും.
അട്ടിമറിക്കപ്പെടുന്ന സാധാരണ പൗരന് ഇന്ത്യ എന്നൊരു ജനാധിപത്യ രാജ്യത്തിൽ നിന്ന് അവിശ്വാസത്തോടുകൂടി നോക്കിക്കാണണമെങ്കിൽ അതാണ് ഇന്ത്യ ഇന്ന് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്നത്. ജർമ്മനിയുടെ മുമ്പിൽ, അമേരിക്കയുടെ മുന്നിൽ, UN-ന്റെ മുമ്പിൽ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ കുറിച്ച് ചോദ്യങ്ങൾ ഉയരുന്നത് അവിടെയാണ്. ശരി, ഓക്കെ, എനിക്കൊരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ചർച്ച അവസാന ഘട്ടത്തിലാണ്. ശ്രീ KVS ഹരിദാസ്, 2019 പുൽവാമ അതുപോലെ തന്നെ പത്താൻകോട്ട് ഇവ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ വൈകാരിക അന്തരീക്ഷം ഉണ്ടായിരുന്നു. ആ അന്തരീക്ഷത്തിൽ പല വിഷയങ്ങളും ജനങ്ങൾ പരിഗണിച്ചില്ല, വൈകാരികമായ വോട്ടിംഗ് ഉണ്ടായി. ഇത്തവണ അങ്ങനെ ഒരു വൈകാരിക അന്തരീക്ഷം ഇല്ല. അപ്പോൾ ഈ പ്രൈസ് റൈസ് പോലെ, ഇൻഫ്ലേഷൻ പോലെ, അൺഎംപ്ലോയ്മെന്റ് പോലെയുള്ള ജനങ്ങളെ അടിസ്ഥാനപരമായി ബാധിക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ, ആ വിഷയങ്ങളൊക്കെ ഒരു ഫാക്ടർ ആയേക്കാം. നിങ്ങൾ അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് ഒരു ഓവർ കോൺഫിഡന്റ് ആയി ഇരിക്കുക എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് ബുദ്ധിയുള്ള കാര്യമാണോ? അല്ല, ഈ 2019 കോൺഗ്രസ്സുകാർ പറഞ്ഞു നടന്നത് എന്താ? മോഡി ഈസ് എ വൺ ടൈം വണ്ടർ എന്നാണ്. 2019 മോഡി വരാൻ പോകുന്നില്ല എന്നാണ്. 303 സീറ്റ് മോഡിക്ക് കിട്ടി 2019. ഇത്തവണ ഞങ്ങൾ ഈ 400 സീറ്റ് എന്ന് പറയുന്നതിന് കാരണമുണ്ട് അഭിലാഷേ. ഞങ്ങൾ ജനങ്ങളുടെ ഹൃദയത്തിൽ, ഞങ്ങളുടെ ഹൃദയത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുക. ദിവസവും വീടാന്തരം കയറി മോഡി സർക്കാരിൻ്റെ പദ്ധതികൾ കിട്ടിയിട്ടുള്ള, അത് അനുഭവവേദ്യമായിട്ടുള്ള ആൾക്കാരെ കണ്ട് സംസാരിക്കുക ചെയ്യുന്നേ. അവര് പറയുന്നു ഞങ്ങൾ മോഡിയാണ് ഞങ്ങളുടെ ഭാവി, മോഡിയുടെ ഗ്യാരണ്ടിയാണ് പ്രധാനം എന്ന് അവർ ഞങ്ങളോട് പറയുന്നു. ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. ഞങ്ങൾ ഈ 400 സീറ്റിലേക്ക് എത്തും എന്ന് ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. ഞാൻ ഒരു കാര്യം പറയാമോ? ഇത്രയ്ക്ക് ആത്മവിശ്വാസമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അരുണെ, ഒരു മിനിറ്റ് അരുണെ, 2010 ഞാൻ പറയും ഇത്രയ്ക്ക് ആത്മവിശ്വാസം ഈ രാഹുൽ ഗാന്ധിക്ക് എന്തുകൊണ്ടാണ് വീണ്ടും അമേത്തിയിൽ പോയിട്ട് മത്സരിക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് റായ്ബറയിലേക്ക് കോൺഗ്രസ് കുടുംബത്തിലെ, നെഹ്റു കുടുംബത്തിലെ ഒരാൾക്ക് പോയി നിൽക്കാൻ പറ്റാത്തത്? ഇവർക്ക് ബാലികറാമലയാണ് ഉത്തരേന്ത്യ മുഴുവൻ. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ പോലും പോയി മത്സരിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല, ഈ കോൺഗ്രസിന്റെ തലതൊട്ടപ്പന്മാർക്ക്. ശരി, അവരിവിടെ CPM-ഉമായിട്ട് രഹസ്യ ധാരണയുണ്ടാക്കി മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടിയും തലയിൽ പിടിച്ച് വയനാട്ടിൽ വന്ന് മത്സരിക്കുക ഗതികേട് കൊണ്ട്. അതിന്റെ അർത്ഥം എന്താ? വടക്കേ ഇന്ത്യയിലേക്ക്, ഇന്ത്യയുടെ ഹൃദയഭൂമിയിലേക്ക് കടന്നു ചെല്ലാനുള്ള ശങ്കുറപ്പില്ല എന്നല്ലേ? എവിടെയെങ്കിലും ഒക്കെ നടന്നിട്ടുണ്ടാവും ഒരാള്. അവര് നടന്നതിന്റെ പ്രയോജനം ആ പാർട്ടിക്കും അയങ്ങേർക്കും കിട്ടിയിട്ടില്ല. അത് 2024 കോൺഗ്രസ്സുകാർക്ക് ഇനിയും ബോധ്യമായിട്ടില്ല. ബോധ്യമാകാൻ പോവാ. ശരി, സമയപരിമിതിയുണ്ട്. ശ്രീ അരുണ് നേരത്തെ പറഞ്ഞല്ലോ അൺഎംപ്ലോയ്മെന്റിന്റെ കാര്യം, തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ ഇലക്ഷനിലും ഉണ്ടായിരുന്നു. പക്ഷെ ആ ഇഷ്യൂസിനെ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? ഞാൻ ഓർക്കുന്നുണ്ട്, രാജീവ് സർദേശായി 2019 പട്നയിൽ പോയപ്പോൾ അവിടെ വളരെ മിടുക്കനായ ഒരാളെ കണ്ട ഒരു യുവാവാണ്. നല്ല വിദ്യാഭ്യാസം നേടി കോളേജിൽ നിന്ന് പുറത്തിറങ്ങി ജോലി കിട്ടുന്നില്ല, സ്ട്രഗിൾ ചെയ്യാണ്, ചെറിയ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തോട് സ്വാഭാവികമായും ചോദിക്കുന്ന ഒരു ചോദ്യം ഈ തെരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് ചെയ്യും എന്നുള്ളതാണല്ലോ. അപ്പോൾ ആ ഭരണകൂടത്തോടുള്ള, ബീഹാറും ഭരിക്കുന്നത് BJP, കേന്ദ്രവും ഭരിക്കുന്നത് എന്നുള്ള നിലയിലുള്ള ഒരു വോട്ടിംഗ് പ്രതീക്ഷ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ BJPക്ക് വോട്ട് ചെയ്യും, കാരണം മോദിജി പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിച്ചല്ലോ എന്നുള്ളതാണ്. ഈ പറഞ്ഞ സെന്റിമെന്റ്സ് അവിടെ നിൽക്കുമ്പോൾ ബാക്കി ഇപ്പം നിങ്ങൾ ഈ പറയുന്ന അടിസ്ഥാന വിഷയങ്ങളൊക്കെ ജനങ്ങൾ മറന്നുപോകും. വിശ്വഗുരുവായി രാമക്ഷേത്രം പണിത ആൾ നിൽക്കുമ്പോൾ. പക്ഷേ നമ്മൾ ആദ്യം സൂചിപ്പിച്ചല്ലോ, 2019 ഈ വിഷയങ്ങളെല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും 2019 ഫെബ്രുവരി 14 മുതൽ പത്താൻകോട്ടും പുൽവാമയും മാത്രം ചർച്ച കേന്ദ്രീകരിപ്പിക്കാൻ, ദേശീയത എന്ന ഒറ്റ മുദ്രാവാക്യത്തിലേക്ക് എല്ലാ ചർച്ചകളെയും ക്രോഡീകരിപ്പിക്കാൻ NDAക്ക് കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴതല്ല സാഹചര്യം. ജീവൽ പ്രശ്നങ്ങൾ അത്ര രൂക്ഷമായിരിക്കുകയാണ്. അതായത് UPSC നോക്കുകുത്തിയായി മാറി, പുതിയ നിയമനങ്ങളില്ല, പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിറ്റഴിച്ചു. 194,000 കോടി രൂപയുടെ പൊതുമേഖലാ സ്ഥാപനമാണ് കഴിഞ്ഞ 5 കൊല്ലമായി വിറ്റഴിച്ചത്. അതുപോലെ അതിന് സ്വകാര്യ മേഖലയിലാണ് ലേബർ കോഡൊക്കെ കൊണ്ടുവന്ന് അടിച്ചേൽപ്പിച്ച് എല്ലാ തൊഴിൽ സ്വപ്നങ്ങളെയും തകർത്തു. യുവജനങ്ങൾ ആത്മഹത്യയുടെ വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലയിലും കടുത്ത പ്രതിസന്ധി. അങ്ങനെ വരുമ്പോൾ ഈ ജീവൽ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കാതിരിക്കുമോ? ഇപ്പൊ ഇലക്ട്രൽ ബോണ്ടടക്കം കോടിക്കണക്കിന് രൂപ അഴിമതി പണമായി വാങ്ങിക്കുമ്പോഴും പണക്കാരൻ കൂടുതൽ പണക്കാരനായി മാറുന്നു.
സാധാരണക്കാരന്റെ ജീവിതം ദുരന്തപൂർണ്ണമായി മാറുന്നു. പട്ടിണിയുടെ ഇൻഡെക്സിലല്ലേ 117 സ്ഥാനത്തേക്ക് പോയെ, 51ാമതായിരുന്ന ഇന്ത്യയാണ് 117ലേക്ക് പോയെ. ഞാൻ BJP പ്രതിനിധിയോട് ചോദിച്ചല്ലോ, 2019 പ്രകടന പത്രികയിൽ നിങ്ങൾ പറഞ്ഞ ഏതു വാഗ്ദാനമാണ് ഈ ഇന്ത്യയിലെ സാധാരണക്കാർക്ക് വേണ്ടി നിങ്ങൾ നടപ്പാക്കിയത്? മോഡി ഗ്യാരണ്ടി ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ യുവജനങ്ങൾക്ക് കൊടുത്ത ഗ്യാരണ്ടി പാലിച്ചോ? തൊഴിലാളികൾക്ക് കൊടുത്ത ഗ്യാരണ്ടി പാലിച്ചോ? സ്ത്രീകൾക്ക് കൊടുത്ത ഗ്യാരണ്ടി പാലിച്ചോ? അതുപോലെ തന്നെ ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുത്ത വാഗ്ദാനം പാലിച്ചോ? ഏത് ജനങ്ങളെയാണ് നിങ്ങൾ അഡ്രസ് ചെയ്ത എന്ന ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മറുപടിയില്ല. ഏത് വിഷയമായിരിക്കും ഈ തിരഞ്ഞെടുപ്പിൽ മുഖ്യമായി വരിക എന്നുള്ളത് മർമ്മം ചോദ്യമാണ്. അത് വൈകാരിക വിഷയങ്ങളായിരിക്കുമോ അതോ വിലക്കയറ്റം പോലെ തൊഴിലില്ലായ്മ പോലെയുള്ള ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളായിരിക്കുമോ? എന്തായാലും 19-ാം തീയതി നമ്മുടെ രാജ്യം ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണല്ലോ. എല്ലാം ഇരിക്കുന്നത് ജനങ്ങളുടെ ചൂണ്ടുവിരലിലാണ്. അതിന് കാത്തിരിക്കാം.